Hello, welcome to The Girl Who Believe in Miracles by അമൃത. ഇത് എൻ്റെ ഒരു വീക്കെൻഡ്സിലെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും വർഷങ്ങളായിട്ട് പരിചയമുള്ള, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചവർ, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തവർ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല. ഞാനൊരു 2 മാസം മുന്നേ ഒരു ട്രിപ്പ് പോയിരുന്നു. അബ്സല്യൂട്ട്ലി ആ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. ആരെയും ഒരു പരിചയമില്ല. എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് യുകെയിലെ എയർപോർട്ടിൽ നിന്നും അൽബേനിയിൽ നിന്നും ഒക്കെയാണ്. അങ്ങനെ അതൊരു 6 ഡേയ്സ് ട്രിപ്പായിരുന്നു. ആ ട്രിപ്പിൻ്റെ എൻഡിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ ഒക്കെ തമ്മിൽ നല്ല ഒരു അറ്റാച്ച്മെൻറ്റും നല്ലൊരു വൈബും ഒക്കെ കിട്ടി. ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൽ നല്ല കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ആയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടാമെന്ന് തീരുമാനിച്ചു. സോ ആ കൂടൽ എവിടെ ആവണം എന്ന് ഞങ്ങളിങ്ങനെ പറയുകയും കുറേ പ്ലാനുകൾ പറഞ്ഞു, കുറേ ലൊക്കേഷൻസ് പറഞ്ഞു. അതൊന്നും സെറ്റായില്ല. ഫൈനലി ഞാൻ പറഞ്ഞു, ഓക്കെ, ലെറ്റ്സ് കം ടു മൈ ഹോം. കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കുമെന്നെങ്കിലും നിങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ കൂടാമെന്ന് പറഞ്ഞു. സോ നമ്മളെല്ലാവരും വിചാരിച്ച് ജസ്റ്റ് എല്ലാവരും വരുന്നു, എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിക്കുകയോ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് മിണ്ടി അങ്ങോട്ട് പോവാന്ന്. പക്ഷേ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്ത മാതിരിയേ ആയിരുന്നില്ല കാര്യങ്ങൾ. അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു 3 ഡേയ്സ് എവിടെയോ ട്രിപ്പ് പോയ വൈബ്. ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. പക്ഷെ ഞാൻ ഇതുവരെ എൻ്റെ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ ഓൾവേസ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, ജോലിക്ക് പോകും, തിരിച്ചു വരും, അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ വന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ബീച്ചിലേക്കും ഇവിടെ അടുത്തുള്ള ആ, സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോകലും ഒക്കെ. ഇത് കണ്ടോ, ഒരാൾ വന്നതിൻ്റെ സന്തോഷമാണ്. അവന് ഇവിടുത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് യുകെയിൽ. സോ അപ്പോൾ അവൻ പറഞ്ഞിരുന്നു ഞാൻ വരുന്നത് എല്ലാവർക്കും സർപ്രൈസ് ആയിരിക്കണമെന്ന്. അപ്പം എല്ലാവരും അഭിനയിച്ചിരിക്കുകയാണ് സർപ്രൈസ്. പക്ഷെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇവൻ വരുന്ന കാര്യം കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ദേ കണ്ടതിൻ്റെ സന്തോഷമാണ് അവിടെ എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ദേ കണ്ടോ, അരുണൊക്കെ ആണെങ്കിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നു ആ മൊമെൻറ്റ്. സോ അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിക്കും. അങ്ങനെ ആ ഒരു നൈറ്റ് അടിപൊളിയായിരുന്നു. ഇതിനു മുന്നേ 2 പേര് വന്നിട്ടുണ്ടായി. അവർ പോയി കേട്ടോ. അവർക്ക് ജസ്റ്റ് 1 ഡേ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയുള്ളൂ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഉം, കാരണം എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ വാട്ടെവർ ഇറ്റ് ഈസ്, ഞങ്ങളുടെ എന്താ പറയുന്നത്, ഈ ഒരു കൂടലെന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കുറേയധികം ഫണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ടീസിങ്ങും കോമഡി പറയലും. ഞാൻ അവർ വന്നപ്പോഴത്തേനും ഇവരാണേ ആദ്യം വന്നവർ. അവർ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ പോയി ഈവനിങ്ങിൽ. അപ്പോൾ ഇവർക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് ചിക്കനും മറ്റു കാര്യങ്ങളൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ചധികം എളുപ്പമായി കാര്യങ്ങൾ. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് കുറേ നേരം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ, ഒന്നും ചെയ്യാൻ അങ്ങനെ വന്നില്ല. നമ്മളെല്ലാവരും ഇവിടെയുള്ള അടുത്തുള്ള ലോക്കൽ ഏരിയ എല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പക്ഷേ എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ചെയ്തത്. വീടൊക്കെ അപ്പടി അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. ഇവിടെ വന്നിട്ട് പിള്ളേരെല്ലാവരും കൂടെ ചേച്ചി ആ ഡ്രസ്സ് തരുമോ, ഈ ഡ്രസ്സ് തരുമോ, ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പെട്ടിയെല്ലാം എടുത്ത് പുറത്തിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും ഇതൊരു ഫാമിലി ആ ഒരു വൈബാണ്. ദേ ഒരുത്തി രാവിലെ വന്നിട്ട് കപ്പ ഉണ്ടാക്കാനും പരിപാടിക്കൊക്കെ കയറുന്നു. അവൾ പറയുന്നത് വീഡിയോ എടുക്ക്, ഞാൻ ഭയങ്കര വന്നിട്ടാണ് ചായ ഇടുന്നതെന്നും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതെന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കും അവൾ രാവിലെ വന്നപ്പോഴാണ് ഞങ്ങൾ തലേദിവസം ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പം ഞങ്ങൾ അന്നേരമാണ് എഴുന്നേൽക്കുന്നത്. അത് ശരിയായ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും മാറി മാറി ഓരോ കാര്യങ്ങൾ ചെയ്യാം. ദേ ഒരാൾ ചായ ഇടുന്നു, അവള് രേഷ്മ ഉള്ളി അരിയുന്നു, നെയ്ച്ചോറിന് വേണ്ടിയിട്ട്, ചിക്കൻ കറിക്കുമൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങനെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് പോയി. തൊട്ടപ്പുറത്തെ 2 സിറ്റീസ് ഉണ്ടായിരുന്നു. ദേ കണ്ടോ, ഒരുത്തിയുടെ
ഉള്ളി എരിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇടാനുള്ളതിന് അവിടെ മുഴുവൻ നിരത്തുന്ന കണ്ടോ? ഇതൊക്കെയായിരുന്നു. അടിപൊളിയായിരുന്നു മൊത്തത്തില്. എന്നിട്ട് ഞങ്ങള് തൊട്ടടുത്ത സ്ഥലത്തൊക്കെ പോയി ബീച്ചൊക്കെ കണ്ടു. ഇവിടെ ഫുള്ള് ബീച്ച് ഏരിയയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കണ്ട് കുറേ ഫോട്ടോസ് എടുത്തു. കുറച്ച് റീൽസ് ഒക്കെ എടുത്തു. പക്ഷേ തിരിച്ച് ഓരോരുത്തരായിട്ട് പോകാറായപ്പോഴത്തേനും വിഷമായിരുന്നു. ഇതേ സെയിം അവസ്ഥയായിരുന്നു ലാസ്റ്റ് ടൈം ഞങ്ങളെല്ലാവരും അൽബേനിയ വെച്ച് ഗുഡ് ബൈ പറയുന്ന സമയത്ത്. ലൈക്ക് എല്ലാവരുടെയും കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഇമോഷണലായി. ആ സെയിം കാര്യം തന്നെയായിരുന്നു ഇപ്പോഴും ഉണ്ടായത്. ഇത്തവണയും ഉണ്ടായത്. പക്ഷെ നമ്മളെല്ലാവരും പറഞ്ഞു ഓക്കെ വി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ അഗെയിൻ ലൈക്ക് ദാറ്റ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൂടാം. ഒന്നുമില്ലെങ്കിലും എൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വരാമല്ലോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുക്കിങ്ങും എല്ലാവരും ഒരുമിച്ചൊക്കെ ചെയ്ത് ദേ ഈ പിസ്സ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ പിള്ളേർ കൊണ്ട് തന്നാട്ടോ. 2 ദിവസം അവർ പിസ്സ കൊണ്ട് തന്നു. വെറൈറ്റീസ് ആയിട്ടുള്ള ജസ്റ്റ് സ്നേഹം കൊണ്ട് കൊണ്ട് തന്നതാണ് കേട്ടോ. പക്ഷേ അവർക്ക് നമ്മുടെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ജോലി ഉണ്ടായിരുന്നു. ദേ കപ്പയൊക്കെ തിളയ്ക്കുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ചെറിയ ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അപ്പോഴാണ് ഞാൻ അവിടുത്തെ സ്മോൾ സ്മോൾ എന്താ ഷോപ്സ് ഒക്കെ കാണുന്നത്. അത്യാവശ്യം നമുക്ക് ഗിഫ്റ്റിംഗ് ചെയ്യാനുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അങ്ങനെയുള്ള ഷോപ്പിലൊന്നും ഇതുവരെ കയറിയിട്ടുണ്ടായില്ല. ഇവരുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെയാണ് ഞാൻ ഈ നാട് ശരിക്കും കാണുന്നത് തന്നെ. അങ്ങനെ എന്താ പറയുന്നേ, അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എന്തെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോവോ, ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ, ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ദേ തൊട്ട് അടുത്ത് തന്നെ കുറേ ഷോപ്സ് ഉണ്ട്. അവിടെ തന്നെ അത്യാവശ്യം നമുക്ക് ഗിഫ്റ്റിംഗ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ദേ കണ്ടോ? ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. ഇതെല്ലാം ഓരോന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് ഫണ്ണായിട്ട് പറയായിരുന്നു വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവായിരുന്നു. ഇനി ഇതെവിടെ കൊണ്ട് വെക്കാനാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം സമാധാനിപ്പിച്ച് ഇറങ്ങി. അങ്ങനെ ഓരോരോ കടകളിലൊക്കെ കയറി കടകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ബീച്ചിലൊക്കെ പോയി. ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ ഫണ്ണും ടീസൊക്കെ ചെയ്ത് എന്താ നല്ല നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ തന്നെ ഈച്ച് ആൻഡ് എവരിബഡിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു കേട്ടോ. അവള് ഫ്രിഡ്ജ് മാഗ്നറ്റ് നോക്കുമായിരുന്നു ഇവിടെ വന്നതിൻ്റെ മെമ്മറി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടിയില്ല. പക്ഷെ നമ്മൾ അടുത്തൊരു കടയിൽ കയറിയപ്പം നമുക്ക് അടിപൊളി ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടി. ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. കാരണം ഇപ്പം ഞാൻ മാഗ്നറ്റ് കളക്ഷൻസ് തുടങ്ങി. ലൈക്ക് ഇപ്പം ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യണമെന്നും എക്സ്പ്ലോർ ചെയ്യണമെന്നും ഇപ്പോഴല്ല നേരത്തെ മുതലുള്ള ആഗ്രഹമാണ്. അതൊന്നും അന്ന് സാധിച്ചിട്ടില്ല. സോ നൗ എനിക്കിപ്പോൾ അതിനെല്ലാം പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്ത് നടക്കുന്നതാണ് കേട്ടോ. സോ പിന്നെന്താ, എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഈ സ്ഥലവും പിന്നെന്താ ഇവിടുത്തെ ആ ഒരു നേച്ചറും ഇവിടുത്തെ ആൾക്കാരെയും ഷോപ്സും ബീച്ചും എല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പ്ലാൻ. പക്ഷെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ലെങ്കിലും പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു. ബീച്ചിൽ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. കാലൊക്കെ ഫ്രീസ് ചെയ്യുന്ന ഒരു തണുപ്പായിരുന്നു. പക്ഷെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ആ വെള്ളത്തിനകത്ത് നിന്ന് നിന്ന് സെറ്റായി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഓടിക്കളിക്കുകയും കുറേ വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു പോയി കേട്ടോ. കാരണം അടുത്ത 2 ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത്, കാരണം ഇവർ ഒരുപാട് ദൂരം 10, 12 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് അവർ എൻ്റെ അടുത്ത് എത്തുന്നത്. അവർ 4 മണിക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. 4 മണിക്ക് ഇറങ്ങിയിട്ട് എന്തോ 5:30ക്കോ മറ്റോ ആയിരുന്നു ട്രെയിന് അവരുടെ. അപ്പോൾ അങ്ങനെ വന്ന് അത്രയും ടയേർഡായിട്ട് വന്ന് ജസ്റ്റ് ലഞ്ച് കഴിച്ച് നമ്മളിങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ ഇവർക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് വീട്ടിൽ പോയി അവർ വരുമ്പോഴത്തേനും ഒരു ചായയൊക്കെ കുടിച്ച് നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് അവർ വന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി. അത് എന്താ ബീച്ചിൽ നിന്ന് ആദ്യം ഇറങ്ങാൻ എല്ലാവർക്കും പേടിയും അല്ലെങ്കിൽ വെള്ളം പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നെങ്കിലും ലാസ്റ്റ് ആയപ്പം വെള്ളത്തിനകത്തുനിന്ന് കയറാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്ന ഡ്രസ്സ് ഇട്ടിട്ടല്ല വന്നത്. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല വന്നത്. നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ട് ബീച്ചിൽ പോകാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഒത്തിരി അങ്ങ് ഇറങ്ങി ഡ്രസ്സൊന്നും നനയ്ക്കാൻ കൂട്ടാക്കിയില്ല.
പിന്നെ ഞാന് ഇവരോട് പറഞ്ഞായിരുന്നു ബീച്ചുണ്ട് നമുക്ക് ഇങ്ങനെ കേറാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങള് ഈവനിങ് നൈറ്റ് ഞങ്ങള് കുറച്ച് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഊണോ എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഗെയിം ആയിരുന്നു. അത് എന്താ സ്നൂബ കൊണ്ടുവന്നതാണേ. സ്നൂബ എന്നിട്ട് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാവരും ചിരിക്കുന്നത്. കാരണം ആർക്കും കളിയൊന്നും മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കളിയിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അവസാനം കളിയെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും നല്ല എന്റർടൈൻമെന്റും കാര്യങ്ങളായിരുന്നു. നമ്മൾ ഒരുപാട് എന്താ പറയാ തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ദേ കണ്ടോ ഒരുത്തി ഒളിഞ്ഞു നോക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങള് ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ അടുത്ത സിറ്റിയിലേക്ക് പോയി. അവിടെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിറ്റിയിൽ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവരെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങിയതാണ് ഈ കാണുന്നത്. അന്നേരം മഴയായിരുന്നു. പക്ഷെ മഴയൊന്നും നമ്മളാരും വലിയ വകവെച്ചില്ല. നമ്മുടെ ഹാപ്പിനെസ് അതാണല്ലോ മുഖ്യം. അങ്ങനെ ദേ എല്ലാവരും അങ്ങോട്ട് ബീച്ചിന്റെ സൈഡിലേക്കും ഒക്കെ നടക്കുന്നതാണ് കാണുന്നത്. അപ്പം ഒരാള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാണ് ഈ സിറ്റിയിൽ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കാണാനുള്ളതെന്നൊക്കെ. ഇവിടെ വന്ന് നമ്മൾ കുറേ ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ എടുത്തായിരുന്നു. പിന്നെ എല്ലാവരും നല്ല വൈബാ. ഒന്നിനൊന്നിനും മെച്ചമാണ്. ആരും അയ്യോ ഞങ്ങൾ മടുത്തു ഇനി പിന്നെ ആട്ടെ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ദേ റെയിൽവേ സ്റ്റേഷന് വന്നു. ദേ ഇവർ പോകാറായി. സ്നൂബിയും സഫ്രീനും ഒക്കെ. നമുക്ക് എല്ലാവർക്കും വിഷമായി. പക്ഷെ എന്ത് ചെയ്യാനാ, ജോലിക്കൊക്കെ തിരിച്ചു കയറണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അവരങ്ങനെ നമ്മളുടെ അടുത്തുനിന്ന് പോയി താൽക്കാലികത്തേന്. പിന്നെ വീണ്ടും അവിടുന്ന് ഇറങ്ങി നടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോഴത്തേനും മഴ ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. പക്ഷേ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അവിടുത്തെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ ഒരു ഇതുണ്ട്, അത് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് നമുക്ക് മഴയായതുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോഴാണ് എന്നാ പിന്നെ ഈ മഴയും തണുപ്പും കാറ്റും ഒക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു ഇത്, എന്നാ ഒരു ചായ കുടിച്ചാലോ, ആ സെയിം പരിപാടി. പക്ഷെ നല്ല അടിപൊളി ചായ ഇവിടെ കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ കോസ്ത കോഫിയിൽ പോയി. കോസ്ത കോഫിയിൽ പോയിട്ട് എല്ലാവരും ഇങ്ങനെ എന്ത് വേണം എന്ത് വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവസാനം നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഞാൻ എല്ലാവരും തന്നെ കോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ വാങ്ങിയത്. ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഫ്രാപ്പേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങി. പിന്നെ രേഷു വേറൊരു ഡ്രിങ്ക് ബബിൾ ടീയുടെ ഒരു വേറെ ഒരു സംഗതി വാങ്ങിച്ചു. പിന്നെ എസ്തെറ്റിക് പിന്നെന്താ, ഒറ്റയ്ക്കാണല്ലേ? ബാക്കി നീ ഒറ്റയ്ക്ക് രണ്ടുപേര് വന്നതല്ലേ ഉള്ളൂ ഐസ്ക്രീം നിനക്ക് വാങ്ങിച്ചു. ഒരാൾ എനിക്ക് ഒറ്റ ഹോട്ട് വേവ് ചോക്ലേറ്റ് പിടിക്കണമെന്ന് വാങ്ങിച്ചു. ചിലപ്പോൾ പെട്ടെന്ന് ആഗ്രഹം വരും. എന്നിട്ട് അപ്പോൾ ഞാൻ എല്ലാവരും അങ്ങോട്ടും ഒറ്റയ്ക്ക് ഇങ്ങോട്ടും എല്ലാം പെട്ടെന്ന് മാറി ഗ്രൂപ്പിൽ മാറി നിൽക്കുമ്പോൾ ഞാൻ ടേസ്റ്റ് പെട്ടെന്ന് ചെയ്ത് ഒറ്റയ്ക്ക് പോകും. അങ്ങനെയായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര കുഴപ്പമില്ല. രസമായിരുന്നു. താങ്ക് യു. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പരസ്പരം സ്നേഹവും, ലൈക്ക് ഫാമിലി, നമുക്ക് അത്രേ ഉള്ളൂ. അതുകൊണ്ടാ. പിന്നെ അരുൺ മാത്രം ഗ്രീൻ ടീ ഏതാണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ വാങ്ങിയതാ. എന്നിട്ട് അവസാനം എന്നാ അവന് കുടിക്കാൻ പറ്റുന്നില്ല, നമുക്കൊട്ട് വേണ്ടതാൻ. പിന്നെ വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഒരു തരത്തിൽ എന്തൊക്കെയോ ചെയ്തു, കുടിച്ചു. താങ്ക് യു. പിന്നെ കുറേ നേരം ഈ കോസ്റ്റയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ പിന്നെ അധികം താമസിക്കാണ്ട് നമുക്ക് ആ ബ്രിഡ്ജ് കാണാൻ പോകാമെന്ന് തീരുമാനിച്ച് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുമായിരുന്നു ചെയ്തത്. കാരണം ബ്രിഡ്ജൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. ബസ്സെങ്ങാനും സ്റ്റോപ്പായി പോയാൽ പിന്നെ ടാക്സി വിളിക്കണം. ഒരു ടാക്സി കൊള്ളുന്ന ആൾക്കാരല്ല. അപ്പം കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കത് അത്ര വലിയ അടിപൊളിയായിട്ട് തോന്നാത്തതുകൊണ്ട് നമുക്ക് മാക്സിമം ബസ്സിൽ തന്നെ തിരിച്ചു പോകാമെന്നുള്ളൊരു സെറ്റപ്പ്. പിന്നെ രണ്ടാമത് ഫുഡ് ഉണ്ടാക്കണമായിരുന്നു. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയ പണിയൊന്നുമില്ല. എന്നാലും ചെന്ന് കറിയൊക്കെ ആവണ്ടേ. അതുകൊണ്ട് വലിയധികം താമസിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. Yeah, of course. Like this, no? Yeah, that's it. Oh, so you the color is matching. Oh yeah, I think they are twins. So with that hand, like so, like this. At the back. The other way. Okay, Oh. Okay. like this, no? That's it. Yeah. Oh my god. അങ്ങനെ ഞങ്ങള് Yeah, twin. ബീച്ചിന്റെ അവിടെ എത്തിയപ്പോഴത്തേനും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഒരു കൊച്ചും ഒരമ്മയും എല്ലാം കൂടെ ഫിഷിങ് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നേ. അപ്പം നോക്കുമ്പോഴത്തേനും അവരുടെ ബക്കറ്റിൽ ക്രാബ്സിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇത് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്, നമ്മളിങ്ങനെ ഈ ഒരു സമയത്ത് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതിന് ലൈസൻസ് വേണോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലൈസൻസ് വേണ്ട, ഇത് ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലേ അവരിങ്ങനെ ചെയ്യുന്നതാണ്. അവർ ഇതിനെ പിടിച്ചിട്ട് സേഫായിട്ട് വെള്ളത്തിലേക്ക് തന്നെ പിന്നെ തിരിച്ചൊഴുക്കി വിടുന്നു. അപ്പം നമ്മൾ ആ ക്രാബിനെയൊക്കെ എടുക്കുന്നതാണ് നമ്മൾ മുമ്പേ കണ്ടത്. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അതൊക്കെ ഒരു അടിപൊളി വൈബ്. പിന്നെ ദേ ഇത് സ്റ്റീം ട്രെയിൻ ആണേ.
സ്റ്റീം ട്രെയിൻ നമ്മുടെ ഇവിടെ എന്താ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ അതിലുള്ള യാത്ര. അതൊരു ഹാഫ് ആൻ അവർ ജേർണി ആയിരുന്നു അടുത്ത സിറ്റിയിലേക്ക്. അത് നമ്മൾ നെക്സ്റ്റ് ഡേ ചെയ്തതാണ്. ദേ വേറൊരുത്തി കണ്ടോ, നമ്മൾ വേറെ ബീച്ചിലേക്ക് പോകാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു കട കണ്ടപ്പോഴത്തേനും ചുമ്മാ കയറി പോവാ, ഒരു കാര്യവുമില്ല. അതിനകത്ത് കയറിയിട്ട് ചുമ്മാ ഇങ്ങ് ഇറങ്ങിപ്പോയി. അടുത്തത് ഇവളുടെ ഗാനമേളയാണ്. മതി. സീരിയസ് ആയിട്ട് പാടുട്ടോ. കോമഡി അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ കൂടി ചെറിയൊരു ഹൈക്കിങ്ങിന് പോയി. അന്നേരമാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു പ്രകൃതി രമണീയമായ ഈ സ്ഥലം കാണുന്നത്. ഇവിടെ നിന്നും കുറേ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെന്താ, ഇതൊന്നും ചെയ്തില്ലെങ്കിലും ചുമ്മാ ദേ ഇങ്ങനെ ഇറങ്ങി ഇതുവഴി നടന്നു പോകാൻ ഭയങ്കര രസമാണ്. ഇതേ ഞാൻ പോയിട്ടിരിക്കുന്നത് കണ്ടോ, മെഡിറ്റേഷൻ, അതുപോലെ ചുമ്മാ ഇവിടെ വന്നിരുന്നാലും നമുക്ക് റിലാക്സേഷനാണ്. പക്ഷെ ഞാനിതൊന്നും ചെയ്യാറില്ല. ഞാൻ വീട്ടിനകത്ത് കയറിയാൽ പിന്നെ ഇതിനകത്ത് നിന്ന് ഇറങ്ങത്തേ ഇല്ല. പക്ഷേ അതങ്ങനെ ഒരു ദിവസം പോയതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് എനിക്കൊന്നും കൂടെ പോകണം, അല്ലെ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്നുണ്ട്. പക്ഷെ മടിയാന്നേ. ദേ ആകാശും അന്നമോളും ഒക്കെ കൂടെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നു. അവർ കുറേ റീൽസ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഇത് അരുണും വിലിനെയൊക്കെ വന്നപ്പോൾ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ആ വീക്കെൻഡ് വൈബ് അവിടെ തീർന്നു. സോ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.